ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഈ കവർ പേജിൽ കാണുന്നത് പോലെ തന്നെ ജോസ് കാപ്പൻ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പെയുള്ള 8 പാർട്ട് വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ കറക്റ്റ് ഓർഡറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ട് പഠിച്ച് മുന്നേറാൻ പ്രത്യേകം ശ്രമിക്കുമല്ലോ. മക്കളെ, ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു 3 ചോദ്യം ആദ്യം, വീണ്ടും ഒരു 3 ചോദ്യം, അങ്ങനെ 6 ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. 2024 അവസാനങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യം അറിയാവുന്നവർ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കിക്കോണം. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഉപയോഗപ്പെടുത്താൻ പരമാവധി ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റാണി ഹാസ് ടു ട്രാവൽ ഫ്രം മാംഗ്ലൂർ ടു കോട്ടയം, ബട്ട് ഡ്യൂ ടു ഷോർട്ട് ഓഫ് ടൈം ഷീ മാനേജ് ടു ഗെറ്റ് ദ ട്രെയിൻ ടിക്കറ്റ് ഫ്രം കോഴിക്കോട് ടു കോട്ടയം ഓൺലി. She travelled by local transport from Mangalore to Kannur, 120 km in 7 hours, Kannur to Kozhikode in bus 80 km in 5 hours, and Kozhikode to Kottayam by train 240 km in 10 hours. What is the average speed of Rani? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റാണി ഇവിടെ ട്രാവൽ ചെയ്തത് 3 സെക്ഷനായിട്ടാണെന്ന് മനസ്സിലാക്കാം. 3 സെക്ഷനായിട്ടാണ് യാത്ര ചെയ്തത്, അല്ലേ മക്കളെ? ആദ്യം മാംഗ്ലൂർ ടു കണ്ണൂർ 120 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു, അല്ലേ? അത് 7 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. പിന്നെ കണ്ണൂർ ടു കോഴിക്കോട്, അല്ലേ? അത് 80 കിലോമീറ്റർ ഉണ്ടായിരുന്നു, അത് 7 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. ശരിയല്ലേ? ഓക്കെ. അല്ല, 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. 5 മണിക്കൂർ. ഓക്കെ. ഇനി അടുത്തത് കോഴിക്കോട് ടു കോട്ടയം 240 കിലോമീറ്റർ ഉണ്ടായിരുന്നു, അത് കവർ ചെയ്തത് 10 മണിക്കൂർ കൊണ്ടാണ്. ശരി. എങ്കിൽ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദ്യം. എന്താ മക്കളെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ? ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ആകെ സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത സമയം. ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാ? 120 + 80 + 240, അതായത് 440 കിലോമീറ്റർ അല്ലേ മക്കളെ ആകെ സഞ്ചരിച്ച ദൂരം? ഓക്കെ. ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം 7 + 5 + 10 അല്ലേ? അതായത് ആകെ 22 മണിക്കൂറല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 420/440/22. ആൻസർ 20 km/h എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എപ്പോഴും എല്ലാ പാർട്ടിലും നമ്മൾ ചെയ്യുന്ന എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. 2 തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നതാണെങ്കിലോ 2s1s2/s1 + s2. മറക്കണ്ട കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 72 km/h എത്ര m/s ആണെന്നാണ് ചോദ്യം. 72 km/h എത്ര m/s ആണെന്ന് കണ്ടുപിടിക്കാൻ km/h m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. സോ 72 × 5/18 ആണ് മക്കളെ ഉത്തരം. ഇതും കൂടെ വെട്ടിക്കളയാം. 4 20 m/s എന്ന് ഉത്തരം കിട്ടും. സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തുവെങ്കിൽ ആവറേജ് സ്പീഡ്, അല്ലേ? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ സഞ്ചരിച്ച ദൂരം 360 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എടുത്ത സമയം 4 മണിക്കൂർ 30 മിനിറ്റാണ് എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂറാണ്. ഓക്കെ. ശരി. അപ്പം 360/4.5 എന്ന് വരുവേ. 4.5 എന്ന് പറഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് 9/2 എന്ന് എഴുതാമല്ലോ. അപ്പം എങ്ങനെ വരും? 360 × 2/9 എന്ന് കിട്ടും. ആണോ? ഇതും വെട്ടിപ്പോയി. 40 × 2 ആൻസർ 80 km/h എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, 80 km/h ആണ്. ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 4.5 നമുക്കുള്ള പോയിൻ്റ് ഉള്ളത് ഒഴിവാക്കാൻ 4.5 9/2 എന്ന് എഴുതി, അതാണല്ലോ 4.5. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ. ശരി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ വേഗത്തിലും അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും അവസാന 16 കിലോമീറ്റർ 8 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര? നിങ്ങൾ നോക്കിയേ, എന്തേരം ഇമ്പോർട്ടൻ്റ് ആണ് ശരാശരി വേഗത എന്ന്. എന്തേരം ചോദ്യങ്ങളാണ് അതിൻ്റെ തന്നെ വരുന്നത്. 3 പാർട്ടായിട്ടല്ലേ യാത്ര ചെയ്യുന്നേ? ആണ്. ആദ്യത്തേത് 20 കിലോമീറ്റർ അല്ലേ? ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി. ഓക്കെ. അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി. അടുത്ത 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി. എങ്കിൽ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. ആവറേജ് സ്പീഡ് കാണാൻ ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് ഇക്വേഷൻ അല്ലേ? ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. അതിന് ഇതും കൂടെ കൂട്ടിയാൽ മതി. 14, 16, 30, 20, 50 കിലോമീറ്ററാണ് ആകെ സഞ്ചരിച്ച ദൂരം. ബൈ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കാണണം. സമയം ചോദ്യത്തിലില്ല. ഇവിടുന്ന് ഇവിടം വരെ പോകാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. അതിന് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യണം. 20/5 ചെയ്യുമ്പം 4 മണിക്കൂറിന് കിട്ടും. കണ്ടോ? ഇവിടുന്ന് ഇവിടം വരെ പോകാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ 2 മണിക്കൂറിന് കിട്ടും. ഇവിടുന്ന് ഇവിടം വരെ പോകാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ 2 മണിക്കൂറിന് കിട്ടും. അപ്പോൾ ആകെ 8 മണിക്കൂറെന്നാണ് മക്കളെ വരുന്നത് അല്ലേ? വെട്ടിച്ചെറുതാക്കുമ്പം 50 25ആയി, ഇത് 4ആയി, ഇത് 2ആയി, ഇത് 12.5ആയി. 12.5/2 6.25 കിലോമീറ്റർ പെർ അവർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 840 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ടൈം കാണാനാണ് ചോദിച്ചേക്കുന്നത്. വേറെ ഒന്നും ആലോചിക്കേണ്ട, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് 50-40 സ്പീഡ് 840 അല്ലേ? ശരി, ഇതും വെട്ടിപ്പോയി. 5040/840 വെട്ടിപ്പോകുമ്പോൾ ഇങ്ങനെ വരും. ഇനി വീണ്ടും 2 വെച്ച് വെട്ടിക്കളയാം. ഇത് 42 വരും. ഇത് 2 വെച്ച് വെട്ടുമ്പം 252 വരും. ഓക്കെ, 42ഉം 252ഉം നമുക്ക് വീണ്ടും വെട്ടിക്കളഞ്ഞാൽ ഇത് 21 എന്ന് വരും. ഇത് 1 2 6 അല്ലേ? 126 വരും അല്ലേ? സോ 126/21 വീണ്ടും നമുക്ക് 3 വെച്ച് വെട്ടാം. ഇത് 7 തവണ എസ്. ഇത് എത്ര തവണ? 4 42. 42/7 ആൻസർ 6 മണിക്കൂർ എന്ന് കിട്ടും അല്ലേ? എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ ആൻസർ 6 എന്നാണ് വരുന്നത്. ചെയ്ത് ക്ലിയർ അല്ലേ? ഒന്നുമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ആകെ ദൂരം അല്ലേ? ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്തു. ഡിസ്റ്റൻസ് സ്പീഡും ഉണ്ട്, വെട്ടിച്ചെറുതാക്കേണ്ട താമസം. ആൻസർ 6 എന്നാണ് വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും അല്ലേ? യെസ്, സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും കൂടെ 10 മണിക്കൂർ വേണം. ഓക്കെ, അപ്പോൾ സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോകാനും കൂടെ 10 മണിക്കൂർ. ഓക്കെ, ഇനി 2 യാത്രയും സൈക്കിളിലായിരുന്നെങ്കിൽ, സോ അങ്ങോട്ട് പോയതും സൈക്കിളിൽ തിരിച്ചു വന്നതും സൈക്കിളിലായിരുന്നെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. അപ്പോൾ 10 മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 6 മണിക്കൂറേ എടുക്കത്തുള്ളെന്നല്ലേ അർത്ഥം. ഓക്കെ, എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയം എടുക്കും? എങ്കിൽ 2 യാത്രയും നടന്നായിരുന്നെങ്കിൽ എത്ര സമയം എടുക്കും? ഓക്കെ, അപ്പം സൈക്കിളിൽ പോയി നടന്നു വരാൻ 10 മണിക്കൂർ, സൈക്കിളിൽ പോയിട്ട് സൈക്കിളിൽ വരാൻ 6 മണിക്കൂർ. അപ്പോൾ ഒരു സൈഡിലേക്ക് സൈക്കിളിൽ പോകാൻ വേണ്ട സമയം 3 മണിക്കൂറല്ലേ? ഒരു സൈഡിലേക്ക് സൈക്കിളിൽ പോകാൻ വേണ്ട സമയം 3 മണിക്കൂറാണെങ്കിൽ ഇവിടെ 3 മണിക്കൂറിന് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു സൈഡിലേക്ക് നടക്കാൻ വേണ്ട സമയം 7 മണിക്കൂറാണെന്ന് കിട്ടും. അപ്പം നടന്നു പോയിട്ട് നടന്നു വരാൻ വേണ്ടി വരുന്ന സമയം 14 മണിക്കൂറിന് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തതൊന്നുകൂടെ പറയട്ടെ, സംശയം വേണ്ട. സൈക്കിളിൽ പോയിട്ട് നടന്നു വരാൻ 10 മണിക്കൂർ, സൈക്കിളിൽ പോയിട്ട് സൈക്കിളിൽ വരാൻ 4 മണിക്കൂർ കുറവ്, അതായത് 6 മണിക്കൂർ. അപ്പോൾ ഒരു സൈഡിലേക്ക് സൈക്കിളിൽ പോകാൻ വേണ്ട സമയം 3 മണിക്കൂറാണ്. ഒരു സൈഡിലേക്ക് സൈക്കിളിൽ പോകാൻ വേണ്ട സമയം 3 മണിക്കൂറാണെങ്കിൽ ഒരു സൈഡിലേക്ക് നടന്നു പോകാൻ വേണ്ട സമയം 7 മണിക്കൂറാണ്. എന്നാലേ 3 + 7 10 വരത്തുള്ളൂ.
അപ്പോൾ ഒരു സൈഡിലേക്ക് നടന്നു പോകാൻ 7 മണിക്കൂർ വേണമെങ്കിൽ നടന്നു പോയി നടന്നു വരാൻ 14 മണിക്കൂർ വേണം. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ അടുത്ത ഒരു പാർട്ട് വീഡിയോയും കൂടെ ഉണ്ട് എന്തായാലും. സോ അത് അടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്ത ദിവസം അതിൻ്റെ ബാക്കി പഠിക്കാം കേട്ടോ. താങ്ക് യു.